3:1:1 റേഷ്യോയിൽ വാൾപുട്ടി, ആക്രിലിക്, വൈറ്റ് ഗ്ലൂ. പേസ്റ്റ് തിക്കാണ് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വെള്ളം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ പേസ്റ്റ് റെഡിയാക്കാറ്. എനിക്ക് 2 ടൈപ്പ് പേസ്റ്റാണ് ഞാൻ യൂസ് ആക്കുക. 3D ടൈപ്പാണ് പെയിൻറ്റിങ് ചെയ്യുന്നത് എങ്കിൽ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ള വാൾപുട്ടി പൗഡർ കുറച്ച് പഴയതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കട്ട പിടിച്ചിട്ടാണ്. ഫസ്റ്റ് ടൈമൊക്കെ പേസ്റ്റ് ഉണ്ടാക്കുന്നവർക്കും ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാവാൻ മതി. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് സ്മൂത്താക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസിലിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്ത് റബ്ബ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പേസ്ട്രി ബാഗിലോട്ട് മാറ്റാം. ഞാൻ ഈ ചെയ്യുന്നത് ക്യാൻവാസിലോ MDF ബോർഡിലോ അല്ല, ഒരു അലൂമിനിയം ഷീറ്റിലാണ്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് ഫിനിഷിങ് കിട്ടൂല. ഇങ്ങനെ സർഫസിലാകുമ്പോൾ നമുക്ക് എത്ര ടൈംസ് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം, വൈപ്പ് ഔട്ട് ചെയ്യാം, വീണ്ടും പ്രാക്ടീസ് ചെയ്യാം, അങ്ങനെ ഊസ് ഔട്ടായി വരുന്നത് കുറച്ച് തിക്കായതുകൊണ്ടാണ് മറ്റൊരു പേസ്ട്രിയിലോട്ടേക്ക് മാറ്റുന്നത്. പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണ് ഞാനിത് ചെയ്തു തുടങ്ങുന്നത്. അതിൽ ഇമേജ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഫിനിഷിങ്ങോട് കൂടെ ചെയ്താലേ നമ്മൾ കണ്ട റെഫറൻസിലോട്ട് എത്താൻ പറ്റുള്ളൂ എന്ന്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തോന്നാൻ മതി ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തതും ലാസ്റ്റിലോട്ട് എത്തുമ്പോഴും ഉള്ള വ്യത്യാസം. അപ്പം ഒരു ടെക്സ്ചർ ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് കഴിവ് വേണ്ട, അതിൽ കൂടുതൽ നമുക്ക് വേണ്ടത് ചെയ്യാനുള്ള മനസ്സും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു താല്പര്യമാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക.